ഹലോ ഗൈസ്, കുറച്ച് പേർ എൻ ഒ സിയെ പറ്റിയും എൻ ഒ സി എപ്പോഴാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിനെ പറ്റിയൊക്കെ കുറച്ച് ഡൗട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എൻ ഒ സി എപ്പോഴാണ് എടുക്കേണ്ടതെന്നും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1-2 അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടിയാൽ മാത്രമേ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതുള്ളൂ. കോളേജ് ലഭിച്ചില്ലെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ട. 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ലഭിച്ചിട്ടുള്ള കോളേജിൽ നിർബന്ധമായും മുഴുവൻ ഫീ അടച്ച് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻ ഒ സി വാങ്ങണം. ആ എൻ ഒ സി വാങ്ങാൻ ഒരിക്കലും മറക്കരുത്. കാരണം എൻ ഒ സി വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ആദ്യം കൊടുക്കുക. 1-ാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയ കോളേജിൽ ടോക്കൺ ഫീ അടക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 2-ാമത്തോ 3-ാമത്തോ അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ടോക്കൺ ഫീ അടക്കാത്ത പക്ഷം നിങ്ങളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റ് അഥവാ 1, 2, 3 അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കുകയില്ല. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കാം. നിങ്ങൾ LBSൽ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് കൂടുതലുള്ള കോളേജിൻ്റെ ലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കാണുക. താങ്ക് യു.